Ladies and gentlemen, boys and girls, put your hands together to welcome one and only the director of Emburan, L2E Emburan, Sri Prithviraj Sukumaran. നമസ്കാരം. ഈ സംവിധായകൻ്റെ മുകളിൽ വിശ്വാസം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി ഭയങ്കര പേടിയാണ്. കാരണം ദ ഫാക്ടേഴ്സ് ഞാൻ ഇപ്പോഴും എൻ്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്യുന്ന ഒരു ഐ എം ജസ്റ്റ് എ ഫിൽം മേക്കർ സ്റ്റിൽ ട്രൈങ് ടു ഫൈൻഡ് മൈ ക്രാഫ്റ്റ്. ആൻഡ് എസ്പെഷ്യലി ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന എത്രയോ ലെജൻഡറി ആയിട്ടുള്ള ഫിൽം മേക്കേഴ്സിന് മുമ്പിൽ വെച്ചാണ് ഇതൊക്കെ പറയുന്നത്. എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഫിൽം മേക്കിംഗ് പഠിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി ഫിൽം മേക്കിംഗ് ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന സംവിധായകരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഫിൽം മേക്കിംഗ് പഠിച്ചതാണ്. ദേ ആർ ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ടു ലേൺ ഫ്രം. ഇവിടെയുള്ള ഒരുപാട് സംവിധായകർക്കൊപ്പം ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ആളാണ് ഞാൻ. അവരുടെ സെറ്റുകളിലെ ഓരോ ദിവസവും ഓരോ സീനും ഓരോ ഷോട്ടും എനിക്ക് ഒരു ട്യൂഷൻ തന്നെയായിരുന്നു. സോ I keep telling a lot of people that when they see my films, അവർ ചോദിക്കും ആരാണ് ഇൻസ്പിറേഷൻ. സോ ദേ തിങ്ക് ബിക്കോസ് എൻ്റെ ഒരു സ്കോപ്പും സ്കേപ്പും എല്ലാം ഇങ്ങനെ രാജ്യത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഏതോ ഹോളിവുഡ് സിനിമകൾ എൻ്റെ ഇൻസ്പിറേഷനൊക്കെ ഇരിക്കുന്ന ജോഷി സാറും ഷാജി ഏട്ടനും സത്യൻ സാറും ഒക്കെ തന്നെയാണ്. സിബി സാറുണ്ടെന്ന് എനിക്കല്ല, സിബി സാറൊക്കെയാണ് എൻ്റെ ആക്ച്വലി ഭയങ്കര അപ്പോൾ ഐ എം ബീൻ ബ്രോട്ട് അപ്പ് ഓൺ മലയാളം സിനിമ. So my inspiration is all these legends sitting here. I have to switch to Malayalam now, unfortunately. So ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം. I only done the courtesy of inviting and welcoming Laika to Malayalam cinema. ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഈ സിനിമ ഇന്നിവിടെ ഈ സിനിമയുടെ റിലീസിന് നടക്കുമ്പോൾ. സോ ഐ ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് മൈ ഫാമിലി, സുപ്രിയ ആൻഡ് മൈ ഡോട്ടർ. സുപ്രിയയ്ക്കും എൻ്റെ മോൾക്കും ഞാൻ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് ഇഷ്ടമല്ല. ബിക്കോസ് ഐ സ്റ്റേ അവേ ഫ്രം ഹോം എ ലോട്ട്. എൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സ് അങ്ങനെ ആയതുകൊണ്ട് ഒരുപാട് മാസങ്ങൾ ഫാമിലിയെ കാണാൻ പറ്റാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും. നേരെ മറിച്ച് ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങൾ വീട്ടിൽ പോകാം ഒക്കെ. അപ്പം മോൾക്കൊക്കെ എന്നോട് ചോദിക്കും ഡയറക്ഷനാണോ അടുത്ത അഭിനയമാണോ എന്ന്. ഇപ്പോൾ ബിക്കോസ് ഷീ തിങ്സ് ഡയറക്ഷൻ ആണെങ്കിൽ അയ്യോ ദേ വീണ്ടും പോയി എന്നുള്ളത്. സോ താങ്ക് യു ഫോർ പുട്ടിങ് അപ്പ് വിത്ത് ദി ആബ്സെൻസ്. താങ്ക് യു ഫോർ ഡീലിംഗ് വിത്ത് ആൻ ആബ്സെൻറ്റി ഫാദർ ആൻഡ് ഹസ്ബൻഡ്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട്, എൻ്റെ സുഹൃത്ത്, മൈ ബ്രദർ, മൈ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ. നമ്മൾ ഈ സിനിമയെക്കുറിച്ച് നമ്മളിങ്ങനെ സ്വപ്നം കാണുമ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ആൾക്കാർ കുറച്ച് എക്സെൻട്രിസിറ്റി ഉള്ള ആൾക്കാരാണ്, കുറച്ച് വട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ആക്ച്വലി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുമായിരുന്നു എൻ്റെ അത്ര വട്ടുള്ള വേറെ ആരുമില്ലെന്ന്. എന്നേക്കാൾ വട്ടുള്ള ഒരാളുണ്ട് ആക്ച്വലി, അതാണ് ശ്രീ ആൻ്റണി പെരുമ്പാവൂർ. ഞാൻ ഈ സിനിമ എനിക്ക് തോന്നുന്നത് ആദ്യം ഇതിൻ്റെ ഐഡിയ പറയുന്നത് മുതൽ ഇത് ഏറ്റവും കൂടുതൽ ഇത് മനസ്സിലാകുന്ന ആൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആൻ്റണി പെരുമ്പാവൂറാണ്. ഞാൻ എൻ്റെ ഒരു ഷൂട്ട് സ്ക്രിപ്റ്റ്, മുരളി ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ഞാനും മുരളിയും കൂടെയുള്ളൊരു മൽപ്പിടുത്തമുണ്ട് കുറച്ച് നാളത്തേക്ക്. അത് കഴിഞ്ഞ് വെൻ ബോത്ത് ഓഫ് us are mutually on a same place, അപ്പോഴാണ് ഞാൻ എൻ്റെ നിർമ്മാതാവിനോടും എൻ്റെ മെയിൻ ലീഡ് സ്റ്റാറിനോടും സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ എമ്പുരാൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ദുബായിലെ ആശീർവാദിൻ്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറിനോടും ആൻ്റണിയോടും നറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലാലേട്ടൻ ആസ് യൂഷ്വൽ ആൻ്റണി ആ കുട്ടി 5-6 ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞുള്ളൂ. പക്ഷേ ഈ അന്നത്തെ നറേഷനിൽ മൂപ്പർക്ക് മനസ്സിലായതാണ് ഈ സിനിമ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ ബാക്കി വന്നിരുന്ന് പറയും അണ്ണ ഇതെങ്ങോട്ടാണ് ഈ പോക്ക് ഒക്കെ ചോദിക്കുമെങ്കിലും ഞാൻ എപ്പോഴും പറയും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറെ പോലെ, എൻ്റെ ചീഫ് ടെക്നീഷ്യൻസിനെ പോലെ തന്നെ എൻ്റെ സിനിമ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എനിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ താങ്ക് യു എന്നെ സഹായിച്ചതിന്. നമുക്ക് ഈ സിനിമ കഴിഞ്ഞിട്ട് ഇനി ഒരു വലിയ പടമൊക്കെ ചെയ്യണം കേട്ടോ. അടുത്തത് ഓഫ് കോഴ്സ് ഞാൻ എങ്ങനെ താങ്ക്സ് പറയണം എനിക്ക് അറിയില്ല. ലാൽ സാറിനോട്, ഞാൻ ഇപ്പോൾ ലാലേട്ടൻ വിളിക്കും, ലാലേട്ടനോടാണ് ആക്ച്വലി. കാരണം ദിസ് ഹോൾ തിങ് വുഡ് നോട്ട് ഹാവ് ബീൻ പോസിബിൾ ഇഫ് നോട്ട് ഫോർ ഹിം. ഇതിപ്പോൾ ഈ പറയുമ്പോൾ ഭയങ്കര ഈ ഡയറക്ടർ വന്നിട്ട് സിനിമയിലെ സ്റ്റാറിനെ കുറിച്ച് പറയുന്ന ഒരു ക്ലീഷേ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തോന്നും. ഐ നോ ദർ ഇസ് എ ബിറ്റ് ഓഫ് എ ക്ലീഷേ ഇൻ ഇറ്റ്. പക്ഷെ ഞാൻ ലൂസിഫർ ചെയ്യുമ്പോൾ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ, അത് ഒരു ഗ്യാരണ്ടി ഇല്ലല്ലോ. എനിക്ക് സിനിമ എടുക്കാൻ അറിയോ, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്നൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ ഒരു ഭയങ്കര വലിയ ഒരു പണ്ട് എടുത്തു. ദാറ്റ് ഓക്കെ ഇയാൾ കഥ പറയുന്ന രീതിയൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് സിനിമ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ലൂസിഫറിൽ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം, ഏതെങ്കിലും ഒരു സീക്വൻസ് അതെങ്ങനെയെങ്കിലും എടുപ്പിക്കാതിരിക്കാമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈസ് കുറയ്ക്കാമോ എന്നൊക്കെ ചിന്ത വരുമ്പോൾ ശ്രീ ആൻ്റണി പെരുമ്പാവൂർ അണ്ണ
ലാൽ സാർ ഒന്ന് വിളിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോഴെനിക്ക് മനസ്സിലാവും. അപ്പം ഞാൻ ലാലേട്ടൻ്റെ ക്യാരവനിൽ പോകും. അപ്പോൾ ലാലേട്ടൻ ചോദിക്കും, മോനെ നമ്മുടെ ആ സീക്വൻസ് അതെങ്ങനെയാണ് മോൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്? അപ്പോൾ എൻ്റെ നിർമ്മാതാവ് സൈഡിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, ചേട്ടാ അത് ഇങ്ങനെയാണ്, അങ്ങനെ നമ്മൾ എൻ്റെ കൂടെ ആ സീക്വൻസിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ പറയും, ഉറപ്പായിട്ട് ആവശ്യമുണ്ട് ചേട്ടാ. ആൻ്റണി ഉറപ്പായിട്ട് ആവശ്യമുണ്ട്, അയാൾക്കത് ചെയ്തു കൊടുക്കുമെന്ന്. അപ്പോൾ ഇമ്മീഡിയറ്റ് ലാലേട്ടൻ. അപ്പോൾ അങ്ങനെ എന്നോടൊപ്പം ഒരു നടൻ അല്ലെങ്കിൽ ഒരു താരമായിട്ട് മാത്രമല്ല, ആക്ച്വലി എൻ്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് ഈ 2 സിനിമകളിൽ എന്നോടൊപ്പം നിന്നത് ലാൽ സാറാണ്. ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ കരിയറിൽ ഞാൻ അഭിനയിച്ച സിനിമകളും സംവിധാനം ചെയ്ത സിനിമകളും നിർമ്മിച്ച സിനിമകളും ഒക്കെ തന്നെ എൻ്റെ കരിയറിൽ I have not been part of another film that has had to face so many obstacles from weather. Right from our very first schedule in Leh Ladakh to our very last schedule in Palakkad. And in between this, we pretty much travel around the world. Every country, every place, we had run-ins with weather. But what happens is obviously a lot of money goes waste. പൈസ ഒരുപാട് ചിലവാകും, നമ്മൾ ഷൂട്ടിംഗ് ഇല്ലാതെ വലിയൊരു ക്രൂ വെറുതെ ഇരിക്കുന്നു. ആൻഡ് എ ലോട്ട് ഓഫ് ടൈം ഗോസ് വേസ്റ്റ്. അപ്പോൾ എക്സ്ട്രീംലി ബിസി ആയിട്ടുള്ളൊരു സമയത്താണ് ലാൽ സാറിനെ ഞാൻ ഗുജറാത്ത് സ്കെഡ്യൂളിന് ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്. എൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻസിൻ്റെ ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത്. ആഴ്ചകൾ ലാൽ സാറ് ഷൂട്ടിംഗ് ഇല്ലാതെ അവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്നും രാവിലെ ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്നിന് ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നില്ല, കാരണം ഭയങ്കര മഴയായിരിക്കും. ഇപ്പം ഞാൻ ലാൽ സാറിൻ്റെ റൂമിലേക്ക് ചെല്ലുന്ന ഇത് പറയാനാണ്, സാർ ഇന്നും ഷൂട്ടിംഗ് നടക്കില്ല, അപ്പോൾ ഇന്ന് വർക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും എനിക്കിങ്ങനെ ഉള്ളിൽ ഇത് ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഈ സിനിമയുടെ സംവിധായകൻ ഇത് തീർക്കാൻ വേണ്ടി നിൽക്കുന്നു, അദ്ദേഹം വേറെ ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ നിന്നാണല്ലോ വന്നത്. അതിൻ്റെ ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഐ വിൽ നെവർ ഫോർഗെറ്റ് ദിസ്. ഒരു ദിവസം ഞാൻ പോയിട്ട്, സാർ സോറി ഇന്നും ഷൂട്ട് നടക്കില്ല. അപ്പോൾ എൻ്റെ ആദ്യം പറഞ്ഞ, മോനെ അത് കുഴപ്പമില്ല, മോൻ അത് നന്നായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതൊന്നും ഒരിക്കലും മറക്കില്ല. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ബിഗ് മെമ്മറി ഫോർ മീ ആസ് എ ഫിൽം മേക്കർ, ഇറ്റ് ഈസ് എ ലെസൺ ഫോർ മീ ആസ് എൻ ആക്ടർ. അപ്പോൾ താങ്ക് യു ലാലേട്ട ഫോർ ബീയിങ് ഹു യു ആർ. ലാലേട്ടൻ ഇല്ലെങ്കിൽ, വിത്തൗട്ട് യു ഐ ഡോണ്ട് നോ ഇഫ് എനി ഓഫ് ദിസ് വിൽ ഹാപ്പൻ. ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ ബി, ഞാനൊരു ഡയറക്ടർ ആകുമായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഐ കീപ് സെയിങ് ഐ വാസ് എൻ ആക്സിഡൻ്റൽ ഡയറക്ടർ. മുരളി മൈ ബ്രദർ വളരെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനൊരു വിഷയം പറഞ്ഞത് ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. ഞാനത് ചെയ്യാമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ അത് ആൻ്റണി പെരുമ്പാറിനോടും ലാൽ സാറിനോടും പിച്ച് ചെയ്യുന്നു. ലാൽ സാർ അത് നമ്മൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡയറക്ടർ ആയത്. സോ ഐ കംപ്ലീറ്റ്ലി ഓ മൈ ഡയറക്ടോറിയൽ കരിയർ ആക്ച്വലി ടു ലാൽ സാർ, ആൻ്റണി ആൻഡ് മുരളി. ആൻഡ് കമ്മിങ് ടു മുരളി, ഹീ ഈസ് എ റീസൺ ദറ്റ് ഐ എം ഡൂയിങ് ദിസ് നൗ. ബിക്കോസ് ഞാൻ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി മുരളിയെ കണ്ട ഒരാളല്ല. നമ്മൾ മറ്റൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്നതാണ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ. ആൻഡ് ലൂസിഫർ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ വി ന്യൂ ദറ്റ് ഒരു സിനിമയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥയല്ല എന്ന്. അന്ന് ആക്ച്വലി ഈ പാർട്ട് 1 പാർട്ട് 2 ഒന്നും അങ്ങനെ വലിയ ഫാഷനബിൾ അല്ല. നമ്മളൊരു സിനിമയുടെ 3-ാം ഭാഗം അല്ലെങ്കിൽ 2-ാം ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആൾക്കാർ കുറച്ചെങ്കിലും ഒന്ന് നെറ്റി ചുളിക്കുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ഒന്നും പാർട്ട് 1 ചെയ്യുമ്പോൾ വി ഡിസൈഡഡ് നമ്മൾ തന്നെ പാർട്ട് 2-നെ കുറിച്ചൊന്നും ഇപ്പോൾ പറയരുത്, കാരണം പാർട്ട് 1 ഓടിയിട്ടില്ലേ കാര്യമുള്ളൂ. ഇപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ പോരെ. വൈ ഐ എം കമ്മിങ് ഹിയർ ഇസ് പാർട്ട് 1 എന്ത് സംഭവിച്ചു പാർട്ട് 1 എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത്. സോ മുരളി ആൻഡ് ഐ ആസ് കോ ക്രിയേറ്റേഴ്സ് ആക്ച്വലി അവസാനമായി ഒരു വലിയ താങ്ക്സ് പറയേണ്ടത് സിനിമാ പ്രേക്ഷകരോടാണ്. കാരണം അവർ ലൂസിഫർ പാർട്ട് 1-ന് തന്ന ആ മഹാവിജയമാണ് എമ്പുരാൻ എന്ന സിനിമ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം. ഇഫ് നോട്ട് ഫോർ ദാറ്റ് ദിസ് ഫിലിം വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു വളരെ ആംബീഷ്യസ് ഒരു ഫിലിമാണ് എമ്പുരാൻ. അതിന് എന്നോടൊപ്പം നിന്ന് ഒരുപാട് പേരുണ്ട്. നേരത്തെ എൻ്റെ 4 ചീഫ് ടെക്നീഷ്യൻസിന് നിങ്ങൾ സ്റ്റേജിൽ പരിചയപ്പെട്ടു. എൻ്റെ DOP, എൻ്റെ എഡിറ്റർ, എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ആൻഡ് മൈ മ്യൂസിക് ഡയറക്ടർ. അവർ 4 പേര് മാത്രമല്ല, എൻ്റെ ഒരു വലിയ ടീമുണ്ട്. എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ സുധാകരനുണ്ട്, മൈ മേക്കപ്പ് മാൻ ശ്രീജിത്ത് ഗുരുവായൂരുണ്ട്, ബിഗ് ടീം. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വാവയുണ്ട്, എൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ നിർമ്മൽ സഹദേവ് ഉണ്ട്, എൻ്റെ അസിസ്റ്റൻസ് ഉണ്ട്. ഐ ബിലീവ് ഐ ഹാവ് ദ വേൾഡ്സ് ബെസ്റ്റ് ടീം. ലോകത്തിലെ ഏറ്റവും നല്ല ടീം എൻ്റെ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആൻഡ് എന്നോടൊപ്പമുള്ള ഈ സിനിമയിൽ എന്നോടൊപ്പം വർക്ക് ചെയ്ത ടീം ലോകത്തിലെ ഏത് ഇൻഡസ്ട്രിയിലെ എത്ര വലിയ സിനിമ വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടീമാണ്. ആൻഡ് ദാറ്റ് ഐ നോ ഫോർ ഷുവർ.
അപ്പോൾ ആ ടീമിനോട് എനിക്കൊരു നന്ദി പറയണം. കാരണം എനിക്ക് പറ്റിയ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന്, എന്നോടൊപ്പം നിന്നതിന്, എൻ്റെ ദേഷ്യവും ഒക്കെ ഹാൻഡിൽ ചെയ്തതിന്, എൻ്റെ വിഷനെ ഗൈഡ് ചെയ്തതിന്, എങ്ങനെ ഓരോ സീനും എടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചതിന്, ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്നോടൊപ്പം നിന്ന് എൻ്റെ വിഷനെ ഇങ്ങനെ ഗൈഡ് ചെയ്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് സ്വപ്നം കണ്ട ആ സിനിമയുടെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിക്കാനോടൊപ്പം നിൽക്കുന്ന എൻ്റെ ഒരു വലിയ ടീമുണ്ട്. ഫ്രം മൈ associate director, from my chief technicians, to the production boy who worked in this film. Everyone is equally deserving of ownership of this film. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. കേട്ടില്ല? 3 അത് പ്രൊഡ്യൂസറിനെ ഡയറക്ട്ലി ചോദിക്കാണ്. 3 ഒരു നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് എന്താണ്, അതിനെപ്പറ്റിയുള്ള എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് പൃഥ്വിരാജ് ഇവിടെ? അതെ, അല്ല അത് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഈ പാർട്ട് 2 ഒരു വലിയ വിജയമാവട്ടെ. നമുക്ക് 3 ഇതുപോലെയല്ല, കുറച്ച് വലിയ പടമാണ്. അപ്പോൾ അത് ഇതിനൊരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് 3 സംഭവിക്കുക. പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, കഥ തീരണ്ടേ. നമ്മൾ ഇപ്പോൾ പാർട്ട് 1 നമ്മൾ കൊണ്ട് തീർത്തത് വേണമെങ്കിൽ പാർട്ട് 2 ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിലാണല്ലോ. എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, പാർട്ട് 2 തീരുമ്പോൾ പാർട്ട് 3 ഇല്ലെങ്കിൽ കഥ ഫുൾ ആകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ്. അപ്പോൾ സോ അത് ഐ ഹാവ് ടു സേ. കാരണം ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ അയ്യോ ഇതിൻ്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്നൊരു പോയിന്റിലാണ് ഈ സിനിമ തീരുന്നത്. അപ്പോൾ അത് പാർട്ട് 3 ചെയ്യാൻ പറ്റട്ടെ, അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ. അതെ, നിൽക്കട്ടെ. എനിവേ, താങ്ക് യു സോ മച്ച് all of you. Thank you Magar sir for all your kind words. And once again, it's great to have you be part of this really special evening. And yeah, there's a lot of work to be done before 27th of March. We are all working day and night. We hope we are able to deliver a product, a piece of cinema that is worthy of your love and your adoration. And yeah, see you all in theaters on the 27th of March. Thank you. വേറൊരു കാര്യം കൂടെ പെട്ടെന്ന് ചോദിക്കാന്ന് വെച്ചാൽ, ഇത് ലൈക്ക് ഐ മീൻ ഒരു ജെന്യുവനായിട്ട് ചോദിക്കുകയാണ് രാജു. കാര്യം വേറെ ഒന്നുമല്ല, ലൈക്ക് എംബ്രാനെ കുറിച്ച്, ലൂസിഫിനെ കുറിച്ചൊക്കെ ഓരോരുത്തരുടെ ഇൻഹിബിഷൻസ് എല്ലാം ഉണ്ടാവും. പക്ഷേ എങ്കിലും ജെന്യുവനായിട്ട് ലൈക്ക് ഓൾ ദീസ് കൈൻഡ് ഓഫ് ലൈക്ക് ഐ മീൻ ചെറിയ പടം വലിയ പടം എന്തെല്ലാം മാറ്റിയിട്ട് ഡയറക്ടറുടെ POVയിൽ നിന്ന് എമ്പുരാൻ കാണാൻ വരുന്ന പ്രേക്ഷകരോട് പൃഥ്വിരാജ് സുകുമാരന് ജെന്യുവൻലി പറയാനുള്ള എന്താണ്? ലൈക്ക് എനിക്കൊന്നും പറയാനില്ല ആക്ച്വലി. ദ ഫാക്ട് ഇസ്, ഞാനിവിടെ നിന്ന് എൻ്റെ സിനിമ ഇതാണ് അതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെ പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടിട്ട് അവർക്കിത് എന്ത് തരം സിനിമയാണെന്ന് തോന്നുന്നോ അതാണ് ഈ സിനിമ. യുനോ, once I make a film and I put it in front of the audience, they own the film. I no longer own the film. The audience, what the film communicates to the audience, and finally what the audience thinks the film is, that is what the film is. അല്ലാതെ ഞാൻ റിലീസിന് ശേഷമോ റിലീസിന് മുൻപോ സത്യത്തിൽ എൻ്റെ സിനിമ ഇതാണ്, എൻ്റെ സിനിമ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച ഇതാണെന്ന് പറഞ്ഞിട്ട് there is no point. So I hope മുരളി എഴുതിയ, ഞാൻ കൺസീവ് ചെയ്ത സിനിമ ഞങ്ങൾ ഉദ്ദേശിച്ച അർത്ഥത്തിൽ, ഞങ്ങൾ ഉദ്ദേശിച്ച ഡയമെൻഷൻസിൽ പ്രേക്ഷകരിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളൂ. അല്ല, എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഐ സ്റ്റിൽ മെയിൻറ്റെയിൻ ഇതൊരു സാധാരണ ഒരു മെയിൻ സ്ട്രീം പടമാണ്. അല്ലാതെ അതിന് വേറെ അല്ലാതെ വേറെ ഒന്നും ഇതിലില്ല ഈ സിനിമയിൽ. രണ്ടും സ്റ്റാൻഡ് അലോൺ ആണെന്ന് മുരളിച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ നെടുമ്പള്ളിയെ കണ്ട ആ ഒരു ആവേശത്തിൽ ലൂസിഫർ കഴിഞ്ഞിട്ട് വരുന്ന എമ്പുരാന് എബ്രാം ഖുറേഷിയിലേക്ക് വരുമ്പോൾ ഡു ദേ നീഡ് ടു കം? ഒന്നുമില്ല, ജസ്റ്റ് ദേ ക്യാൻ കം ഫ്രീ ആൻഡ് വാച്ച്. ജസ്റ്റ് കം ഓപ്പൺ മൈൻഡഡ്. ഞാൻ എവറിത്തിങ്, ഇപ്പോൾ നിങ്ങൾ ഇന്ന് കണ്ട ടീസർ ആണെങ്കിലും ഇതിൻ്റെ പോസ്റ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ഐ ട്രൈ ആൻഡ് സ്റ്റേ ആസ് ഓണസ്റ്റ് ആസ് പോസിബിൾ. നിങ്ങൾ സിനിമയിൽ കാണാത്തതൊന്നും ടീസറിലോ പോസ്റ്ററിലോ ഒന്നും അങ്ങനെ ഞാൻ കാണിക്കാറില്ല. മേ ബി ഐ ഹാവ്, ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ടീസറിൽ ഒരു 3-4 ഷോട്ട് ഉണ്ടാവും ഈ ഒരു ടീസറിന് വേണ്ടി ഷൂട്ട് ചെയ്തത്. ലൈക്ക് സേ ഫോർ എക്സാമ്പിൾ, ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ അകത്ത് ഒറിജിനലി സിനിമയിൽ നടക്കുന്ന സീക്വൻസ് എനിക്ക് സിനിമയിൽ ടീസറിൽ അല്ലെങ്കിൽ ട്രെയിലറിൽ കാണിക്കേണ്ട എന്നുണ്ടെങ്കിൽ ഐ വുഡ് ഹാവ് ഷോട്ട് സംതിങ് ഇൻ ദാറ്റ് ലൊക്കേഷൻ ജസ്റ്റ് ഫോർ ദ promo. ബട്ട് ദി ഓവറോൾ പ്രിമൈസ് ആൻഡ് ദ മൂഡ് ഇസ് വെരി ഓണസ്റ്റ്. നിങ്ങൾ ഇതൊക്കെ തന്നെയാണ് സിനിമയിലും കാണാൻ പോകുന്നത്. ഓഫ് കോഴ്സ് ഇതിൽ കാണിക്കാത്ത കുറേ കാര്യങ്ങൾ സിനിമയിലുണ്ട്. പക്ഷേ കം വിത്ത് എൻ ഓപ്പൺ മൈൻഡ്. എപ്പോഴും ഏത് സിനിമയാണെങ്കിലും, അത് എമ്പുരാൻ എന്നല്ല, ഏത് സിനിമയാണെങ്കിലും യുവർ ബെസ്റ്റ് വ്യൂയിങ് എക്സ്പീരിയൻസ് വുഡ് ബി വെൻ യു വാക്ക് ഇൻ ടു എ സിനിമ ഹാൾ
not preempting what you're going to see. Just grab a bag of popcorn, come with an open mind, and just try and enjoy what you see, and maybe you like what I've made. That's all that I can hope for. Yeah. ജസ്റ്റ് എക്സ്പീരിയൻസ് എമ്പുരാൻ അല്ലേ? Yeah, not just Empuran, any film. ഏത് പടമാണല്ലോ അങ്ങനല്ലേ കാണുന്നത്.